മലയാറ്റൂർ ചിത്രപ്രിയ കൊലപാതക കേസിൽ പ്രതി അലനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. ഭാരമുള്ള കല്ല് ചിത്രപ്രിയയുടെ തലയിലേക്ക് ഇട്ടുവെന്നും കൊലപാതകത്തിന് ശേഷം വേഷം മാറി രക്ഷപ്പെട്ടുവെന്നും പ്രതി മൊഴി നൽകി. 2 മാസം മുമ്പും കൊലപാതക ശ്രമം നടത്തിയെന്നും അലൻ മൊഴി നൽകി. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകാനായി ചേർന്നു. മുസ്തഫ, തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ടോ? എന്തൊക്കെ വിവരങ്ങളാണ് അലൻ പോലീസിനോട് പറഞ്ഞത്? കഴിഞ്ഞ ദിവസം പോലീസ് പ്രതി അലനെ കസ്റ്റഡിയിൽ വാങ്ങി ഈ സംഭവ സ്ഥലത്ത് ഇന്ന് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അപ്പോഴാണ് ഈ കൊലപാതകം നടത്തിയ രീതി, വലിയ ഭാരമുള്ള കല്ല് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസിനോട് പ്രതി അലൻ പങ്കുവച്ചത്. പ്രത്യേകിച്ച് 20 കിലോയിലേറെ ഭാരമുള്ള വലിയ കല്ല് തലയിലേക്ക് എടുത്തിട്ടു എന്നാണ് അലൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ കൊലപാതകം നടത്തിയ രീതി, അവിടെ ഉണ്ടായ തർക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അലൻ പോലീസിനോട് വിശദീകരിച്ചു. കൊലപാതകത്തിന് ശേഷം അവിടെ നിന്ന് ഷൂവും അതോടൊപ്പം തന്നെ ഡ്രസ്സും ഒക്കെ മാറി സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു എന്ന കാര്യം കൂടി പോലീസിനോട് അലൻ സമ്മതിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 2 മാസം മുമ്പ് കാലടി പുഴയിലേക്ക് ഈ ചിത്രപ്രിയയെ തള്ളിയിട്ട് കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ നിന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കും. ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഒരു വാച്ച് ലഭിച്ചത് സംബന്ധിച്ച പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഇത് കൊല്ലപ്പെട്ട ചിത്രപ്രിയയുടെയോ അല്ലെങ്കിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അലന്റെയോ അല്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നൊരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നതുൾപ്പെടെയുള്ള അന്വേഷണത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ കിടക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ന് തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ വലിയ ഭാരമുള്ള കല്ല് തലയിലേക്ക് ഇട്ടു, അങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന കാര്യങ്ങൾ പോലീസിനോട് വിശദീകരിക്കുകയും ചെയ്തത്. എന്തായാലും തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. അനീഷ.